ദ്രാവിഡ പാർട്ടികൾ കളം നിറഞ്ഞ് കളിക്കുന്ന തമിഴക മണ്ണിൽ വിജയുടെ രാഷ്ട്രീയ ഭാഗ്യ പരീക്ഷണം വിജയം കാണുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം സ്പാനിഷ് പതാകയിൽ കേരള മുദ്ര പതിപ്പിച്ചതാണോ ഇതെന്ന പരിഹാസം സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ്. ഇന്ന് പുറത്തിറക്കിയ പാർട്ടി പതാകയും ചിഹ്നവും ഇത്തരത്തിൽ പരിഹസിക്കപ്പെടുന്നു. തമിഴ് രാഷ്ട്രീയത്തിൽ ഇനി എന്താണ്? വിശകലനവുമായി AP നദീറയും ഒപ്പം സായ് കുമാറും ചേരുന്നു. നദീറ, ഇത് വെറുമൊരു രാഷ്ട്രീയ കൊടിയല്ല, തമിഴ്നാടിന്റെ ഭാവി നിർണ്ണയിക്കുന്നതാണ് ഇതെന്നാണ് വിജയ് ഇന്നിപ്പോൾ പതാക പുറത്തിറക്കുമ്പോൾ പറഞ്ഞത്. തമിഴക മണ്ണിൽ, ദ്രാവിഡ മണ്ണിൽ എന്ത് മാറ്റമാണ് വിജയ്ക്ക് ഉണ്ടാക്കാനാകുമോ എന്ന ഏവരും ഉറ്റുനോക്കുന്നത്. അടുത്ത മാസം സംസ്ഥാന സമ്മേളനമുണ്ട്. അതിന് പിന്നാലെ വിജയ് സംസ്ഥാന പര്യടനവും നടത്തുമെന്ന് അറിയുന്നു. എന്താണ് വിജയ് ലക്ഷ്യമിടുന്നത്? 2026 തെരഞ്ഞെടുപ്പാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എന്ത് മാറ്റമാണ് വിജയ്ക്ക് അവിടെ കൊണ്ടുവരാനാകുക എന്നതാണ്. തീർച്ചയായും വിജയ് ഒന്നും കാണാതെയല്ല ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് ഒരു വർഷം മുമ്പ് തന്നെ വിജയ് ഇതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത്. അവിടെ നിന്ന് കടന്നു വന്ന് ഒരു 7 മാസം കഴിയുമ്പോഴേക്കും അടുത്ത തീരുമാനത്തിലേക്ക് എത്തി. പതാകയും അതുപോലെ തന്നെ ചിഹ്നവും, തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഒക്കെ പ്രകാശനം ചെയ്തിരുന്നു. ഇന്ന് ചെന്നൈയിൽ നടന്ന ചടങ്ങിലാണ് വിജയുടെ എല്ലാവരും കാത്തിരുന്ന ഈ ഒരു വെട്രിക്കഴകം പാർട്ടിയുടെ പതാക നമുക്ക് കാണാനായത്. ഈ ഓഫീസിന് മുന്നിലുള്ള കൊടിമരത്തിൽ ഉയർത്തിക്കൊണ്ടാണ് വിജയ് ഈ പതാക എല്ലാവരെയും പരിചയപ്പെടുത്തിയത്. ഒപ്പം തന്നെ പാർട്ടി ഗാനവും പുറത്തിറക്കിയിരിക്കുന്നു. ഇനി തമിഴക മണ്ണിൽ എത്രത്തോളം ഈ പാർട്ടിക്ക് വിജയ്ക്ക് ഭാഗ്യപരീക്ഷണത്തിൽ വിജയിക്കാനാകുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം നമുക്കറിയാം, തമിഴകത്ത് എപ്പോഴും 2 ദ്രാവിഡ പാർട്ടികളാണ് ഭരണം കൈയാളിയിട്ടുള്ളത്. ADMKയും DMKയും. മറ്റു പാർട്ടികൾക്കൊക്കെ അവർ നൽകുന്ന കുറച്ച് അപ്പകഷ്ണങ്ങൾ കിട്ടുന്നു എന്നല്ലാതെ വലിയ രീതിയിലൊരു നേട്ടം ഉണ്ടാക്കാൻ അവിടെ സാധിച്ചിട്ടില്ല. കോൺഗ്രസിനായാലും മറ്റു പാർട്ടികൾക്കായാലും BJPക്കായാലും പോലും അതിന് സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇവിടേക്കാണ് നമ്മുടെ വിജയ് ഇറങ്ങുന്നത് പുതിയൊരു പാർട്ടിയുമായി കൊണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് തമിഴകത്തെ ജനങ്ങളും മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഇതിനെ ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, MGR, ശിവാജി ഗണേശൻ, കലൈഞ്ചർ കരുണാനിധി, കമലഹാസൻ തുടങ്ങിയവരൊക്കെ തന്നെ തമിഴക രാഷ്ട്രീയത്തിൽ ഭാഗ്യം പരീക്ഷിച്ചവരാണ്. എപ്പോഴും സിനിമയും രാഷ്ട്രീയവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു മേഖലയാണ് തമിഴകം എന്ന് പറയാം. അത് രണ്ടിനെയും വേർതിരിക്കുന്ന ഒരു നേർരേഖ മാത്രമാണുള്ളത്, ഒരു നേർത്ത രേഖ മാത്രമാണുള്ളത് എന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരിടത്തേക്കാണ് വിജയ് ഈ ഒരു സിനിമാ ലോകത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഭാഗ്യം പരീക്ഷിക്കാനായി കാലെടുത്തു വെക്കുന്നത്. തീർച്ചയായും ഏറെ പ്രതീക്ഷയുണ്ട് തമിഴക ജനതയ്ക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് എങ്ങനെയാണ് വിജയ് ഈ ഒരു ദ്രാവിഡ പാർട്ടികൾക്കിടയിൽ ഇടം ഉറപ്പിക്കാൻ പോകുന്നതെന്ന്. വിജയ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അംബേദ്കറിന്റെയും പെരിയാറിന്റെയും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ആശയങ്ങൾ മുൻനിർത്തിയാകും പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പതാക പ്രകാശനം ചെയ്തുകൊണ്ടുള്ള ചടങ്ങിൽ അദ്ദേഹം 4 പ്രതിജ്ഞകൾ ചൊല്ലിയിരിക്കുന്നു. അതിലുണ്ട് വിജയ് എങ്ങനെയാണ് തമിഴകത്ത് നേട്ടമുണ്ടാക്കാൻ പോകുന്നതെന്ന്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ട്, സാമൂഹ്യ നീതി ഉറപ്പാക്കിക്കൊണ്ട്, തമിഴ് ഭാഷയെ സംരക്ഷിച്ചുകൊണ്ട്, തുല്യ അവകാശവും തുല്യ നീതിയും എല്ലാവർക്കും ഉറപ്പു നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പാർട്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. തീർച്ചയായും തമിഴ് ജനതയ്ക്കിടയിൽ ഒരു ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ തനിക്ക് സാധിക്കുമെന്ന് വിജയ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ DMK സർക്കാർ ഭരിക്കുന്ന തമിഴ്നാട്ടിലെ മിക്ക ജനകീയ പ്രശ്നങ്ങളിലും വിജയ് ഇടപെടുന്നുണ്ട്, വിജയുടെ പാർട്ടി ഇടപെടുന്നുണ്ട്. നേരത്തെ തന്നെ ഫാൻസ് അസോസിയേഷനിലൂടെ വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശത്തിന്റെ സൂചനകൾ നൽകുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തമിഴകത്തെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്തിരുന്നു. എന്നാലും എല്ലാവരും ഉറ്റുനോക്കുകയാണ് വിജയ്ക്ക് ഇനി എന്താണ് അവിടെ ചെയ്യാനാവുക. അവിടെ ഒരു ശൂന്യതയുണ്ട്. ADMKക്ക് ഇപ്പോൾ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ശൂന്യതയുണ്ട്. DMKക്ക് കൃത്യമായ ഒരു എതിരാളിയില്ലാത്ത ഒരു ശൂന്യത തമിഴകത്തുണ്ട്. ഈ ഒരു വാക്വം ഫിൽ ചെയ്യുക എന്ന ഒരു ലക്ഷ്യവുമായാണ് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കണം, തന്റെ പാർട്ടിക്ക് അവിടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് വിജയ് മുന്നേറുന്നത്. എന്തായാലും ഇന്ന് പുറത്തിറക്കിയ പതാകയുമായി ബന്ധപ്പെട്ട് രസകരമായ ട്രോളുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും പാർട്ടി കാര്യമാക്കുന്നില്ല. സ്പാനിഷ് പതാകയുടെയും അതുപോലെ നമ്മുടെ കേരള സർക്കാരിന്റെ ആന എന്ന മുദ്രയൊക്കെ ഇതിൽ ഉൾപ്പെട്ടത് അങ്ങനെയാണെന്ന് പറയുന്നു. പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം കൃത്യമായ, ആ പാർട്ടിക്ക് ഇതിനെല്ലാം കൃത്യമായ വ്യാഖ്യാനമുണ്ട്. ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നത് എന്ന് സംബന്ധിച്ച കൃത്യമായ രീതിയുണ്ട്. തമിഴ് സംഘകാലത്തെ ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങളിൽ നിന്നുള്ള അവരുടെ അന്നത്തെ വിജയക്കൊടിയുടെ നിറമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അതിൽ നിന്നുള്ള ചുവപ്പും മഞ്ഞയും വേർതിരിച്ചെടുത്താണ് ഈ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ തമിഴ്നാട്ടിലെ
എങ്ങും കാണപ്പെടുന്ന വാഗമരത്തിന്റെ പൂവാണ് നടുവിലുള്ള ആ പുഷ്പം. അതിനു ചുറ്റും നക്ഷത്രങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായി ഓരോ ഇടങ്ങളിൽ നിന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടവയാണെന്ന് പറയുന്നു. ഒപ്പം പുറത്തിറക്കിയ എസ് തമൻ പുറത്തിറക്കിയ ചിട്ടപ്പെടുത്തിയ പാട്ടിലൂടെ എന്താണ് പാർട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നും കൃത്യമായി അവരുടെ കൃത്യമായ നിലപാടുമായി അതിൽ ഏറ്റവും പ്രധാനം തുല്യതയാണ്, ഏവർക്കും സമത്വം അത് ഉറപ്പാക്കും എന്നത് തന്നെയാണ്. അംബേദ്കറിന്റെ ആശയങ്ങളിലൊക്കെ തന്നെ ഊന്നിക്കൊണ്ടുള്ള നിലപാടുകളായിരിക്കും തന്റേതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇന്ന് വിജയ് ചെയ്തത്. സായ് കുമാർ കൂടി ചേരുന്നു. സായ്, ഇപ്പോൾ നദീർ സൂചിപ്പിച്ചതുപോലെ അവിടെ AIADMK DMK ഇവരുടെ അപ്രമാദിത്യമാണ് കണ്ടത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി സ്റ്റാലിൻ വലിയ ശക്തിയായി ഉയർന്നു വന്നു. ഇപ്പോൾ അവിടെ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഉദയനിധി സ്റ്റാലിനെ കൂടി കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടി സ്റ്റാലിൻ ശ്രമിക്കുന്നു. അങ്ങനെ DMK ഒരു സർവാധിപത്യമായി അവിടെ വാഴുമ്പോഴാണ് AIADMK ശക്തി ചോർന്നുകൊണ്ടിരിക്കുന്ന, വേർപിരിഞ്ഞുകൊണ്ട് അവർ തമ്മിൽ തല്ലി നിൽക്കുന്ന സമയത്താണ് വിജയുടെ ഒരു രംഗപ്രവേശം. പല സിനിമാ താരങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമായി എത്തിയിട്ടുണ്ട്. ചിലരൊക്കെ വിജയം കണ്ടു, ചിലരൊക്കെ തളർന്നു വീഴുന്നു കണ്ടു. വിജയ്ക്ക് അവിടെ എന്താണ് ചെയ്യാനാവുക എന്നത് തന്നെയാണ്. വിജയുടെ പ്ലാൻ എന്താണ്? 10 ലക്ഷം പേരെ പങ്കെടുപ്പിക്കും അടുത്ത മാസം നടക്കുന്ന സംസ്ഥാന റാലിയിൽ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതനുസരിച്ചാണെങ്കിൽ വിജയ്ക്ക് ഇത് നല്ല സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ പോകുന്നത് ഒരുപക്ഷെ വിജയുടെ പാർട്ടിയാണെന്ന് കൂടി അവർ വിലയിരുത്തുന്നു. ഒപ്പം സിനിമാ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തൃഷ, നയൻതാര പോലെയുള്ള പ്രമുഖരെ കൂടി തൻ്റെ പാർട്ടിയിൽ അംഗമാക്കാനുള്ള ശ്രമങ്ങൾ കൂടി വിജയ് നടത്തുമ്പോൾ ഇളയ ദളപതിയുടെ കാലമായിരിക്കുമോ ഇനി തമിഴ് രാഷ്ട്രീയത്തിൽ കാണുക? വിനീത, എല്ലാവരും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. ഒരു വിജയ് സിനിമ വരുന്ന എല്ലാ മാസ്മരികതയോടും കൂടിയാണ് വിജയുടെ ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പരിപാടികളും പുറത്തിറങ്ങുന്നത്. അത് പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കുന്നതാകട്ടെ, ഇന്ന് പാർട്ടിയുടെ പതാക ഉയർത്തുന്നതാകട്ടെ, ഇനിയിപ്പോൾ ഇതിനേക്കാൾ വലിയ പരിപാടിയാണ് അടുത്ത മാസം നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം. അതായത് എങ്ങനെയാണോ ഒരു വിജയ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആരാധകർക്ക് അദ്ദേഹം കരുതി വെക്കുന്ന സസ്പെൻസ്, അതേപോലെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു വലിയ തയ്യാറെടുപ്പോടു കൂടിയാണ് വിജയ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുതന്നെയാണ് നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തമിഴകത്ത് ആദ്യമായിട്ടല്ല ഒരു സിനിമാ താരം രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. പക്ഷേ അവരിൽ നിന്നൊക്കെ വിജയിയെ വ്യത്യസ്തനാക്കുന്നത് വിജയ് സ്വീകരിക്കുന്ന ഈ പുതിയ തന്ത്രങ്ങൾ തന്നെയാണ്. വിജയ്ക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ ഈ രാഷ്ട്രീയ പ്രവേശനവും ഈ പതാക പുറത്തിറക്കലും ഒക്കെ ചെയ്യാമായിരുന്നു. വിജയുടെ ആരാധക സംഘടന നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ സജീവമായിരുന്നു. പക്ഷേ വിജയ് കൃത്യമായ രാഷ്ട്രീയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ ഉന്നം 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിലേക്കുള്ള പദ്ധതികളാണ് അദ്ദേഹം ഇക്കാലയളവിലെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിനീത, അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് 2026 ആദ്യം വോട്ട് ചെയ്യുന്ന, അതായത് കന്നി വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വിജയുടെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ വിജയ് നടത്തിയിട്ടുള്ള പരിപാടികളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, 10ാം ക്ലാസ് പാസ്സായ, +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആദരം ഒരുക്കുക, ആ വേദികളിൽ രാഷ്ട്രീയം പറയുകയാണ് വിജയ്. അവിടെ എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആയിരിക്കേണ്ടത് എന്ന് പറയുകയാണ്. രാഷ്ട്രീയം, പണാധിപത്യം, പണം കൊടുത്ത് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പുതിയ തലമുറയിലെ ആളുകളോട് സംവദിക്കുകയാണ്. അതിലൂടെയൊക്കെ വിജയ് ലക്ഷ്യം വയ്ക്കുന്നത് കൃത്യമായി 2026 കന്നി വോട്ടർമാരായി വരുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ തേടുക എന്നാണ്. അതോടൊപ്പം യുവ വോട്ടർമാരിലേക്ക് എത്തിപ്പെടാനുള്ള പല പദ്ധതികളും വിജയ് ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തമിഴകത്ത് ഇതിനോടകം വിജയിച്ചവരും പരാജിതരുമായിട്ടുള്ള നിരവധി സിനിമാ താരങ്ങളുണ്ട് രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കമൽഹാസൻ്റെ സാഹചര്യം നമുക്കറിയാമല്ലോ. അദ്ദേഹവും തമിഴകത്ത് ഇതേപോലെ ഫാൻ ബേസ് ഉള്ള ഒരു താരമായിരുന്നു. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രതാപം ഏറെക്കുറെ അവസാനിച്ചൊരു ഘട്ടത്തിലാണ്. പക്ഷേ വിജയ് അങ്ങനെയല്ല. കഴിഞ്ഞ 30 വർഷമായി തമിഴ് സിനിമാ ലോകത്ത് കൊടിചൂടാമന്നനായി നിൽക്കുകയാണ് വിജയ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമ കോടികൾ വാരിക്കൂട്ടുന്ന സിനിമയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത മാസം ഇറങ്ങാനിരിക്കുന്ന ഗോട്ട് സിനിമയും അതിൽ നിന്നൊട്ടും വ്യത്യസ്തമായിരിക്കില്ല. അങ്ങനെ ഒരു പീക്ക് സമയത്താണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് അദ്ദേഹത്തിനൊരു അനുകൂല ഘടകമാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ എതിർ ആളിയായി വരുന്നത് സ്റ്റാലിനാണ്. സ്റ്റാലിനെയും DMKയും നമുക്ക് തമിഴകത്ത് ഒരു കാരണവശാലും എഴുതിത്തള്ളാൻ കഴിയില്ല. അത്രമേൽ ശക്തമുള്ള, അത്രമേൽ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയായി DMK ഇതിനോടകം മാറിക്കഴിഞ്ഞു.
ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 40 സീറ്റിലധികം നേടിയിട്ടും ഒരു തരത്തിലുമുള്ള ആലസ്യം DMK ക്യാമ്പിൽ ഇല്ല എന്ന് തന്നെയാണ് വിനീത നമുക്ക് കാണാൻ കഴിയുക. അവിടെ ക്ഷേമ പദ്ധതികൾ ഇപ്പോഴും സ്റ്റാലിൻ സർക്കാർ നടപ്പിലാക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റാലിൻ വീണ്ടും അമേരിക്കയിലേക്ക് പോവുകയാണ്. അതായത് വൻ നിക്ഷേപങ്ങൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നു. അപ്പോൾ തമിഴ് മക്കൾക്കൊപ്പം എന്ത് നിലപാടെടുത്താൽ നിൽക്കാം എന്നുള്ളത് വളരെ കൃത്യമായി സ്റ്റാലിൻ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ വലിയ സീറ്റ് കിട്ടി, തങ്ങൾക്ക് വലിയ ആധിപത്യമുണ്ട്, ഇനി പണിയെടുക്കാതിരിക്കാം എന്നുള്ളതല്ല DMK ചിന്തിക്കുന്നത്. അവരും പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ 2026 തെരഞ്ഞെടുപ്പിലേക്ക് വിജയുടെ ഒരു മാസ് എൻട്രി അവർ പ്രതീക്ഷിക്കുന്നു. തന്നെയാണ് DMKക്ക് ഒത്ത എതിരാളിയായി വിജയ് കൂടി എത്തുകയാണ്. ഇളയ ദളപതി തമിഴ് രാഷ്ട്രീയത്തിൽ എന്താണ് ഇനി കാത്തുവെച്ചിരിക്കുന്നത് എന്നാണ് അറിയാനുള്ളത്. അടുത്ത മാസം സംസ്ഥാന സമ്മേളനം നടക്കും. 10 ലക്ഷം പേരെ അണിനിരത്തുമെന്നാണ് വിജയ് ക്യാമ്പുകൾ നൽകുന്ന സൂചന. ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKക്ക് വെല്ലുവിളിയായി വിജയുടെ പാർട്ടിയും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. AP നദീറയും സായ്കുമാറുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി